നമ്മളെ പെരയിൽ ഒരു സിലിണ്ടർ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ റെഗുലേറ്റർ ആയിട്ട് കണക്ട് ചെയ്യും? ഈ സിലിണ്ടറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്? 3 കമ്പനിയുടെയും സിലിണ്ടറുകൾ എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ്. ശ്രദ്ധിക്കട്ടെ. A30 എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ 2030 ആദ്യ 4 മാസങ്ങളിലാണ് ഈ സിലിണ്ടറിന്റെ കാലയളവ് എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ വെയിറ്റ് ആയിട്ട് ഇതിൽ എഴുതിയിരിക്കുന്നത് നെറ്റ് വെയിറ്റ് 14.2 kg എന്ന് വെച്ചാൽ ഇതിലെ ഗ്യാസിന്റെ കനം 14.2 kg ആണ്. ഗ്രോസ് വെയിറ്റ് 29.7 എന്ന് വെച്ചാൽ ഈ സിലിണ്ടർ മൊത്തത്തിൽ വരുന്ന കനം 29.7 kg ആണ്. ഈ 15.5 എന്ന് എഴുതിയിട്ടുള്ളത് ഈ സിലിണ്ടറിന്റെ ഭാരമാണ്, ഈ ഇരുമ്പ് സിലിണ്ടറിന്റെ ഭാരമാണ്. പിന്നെ ഇത് 3 കമ്പനികളുടെയും സിലിണ്ടർ എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ ഇത് മൊത്തം റെഡ് ആയിട്ടുള്ള ഇന്ത്യൻ എന്ന് എഴുതിയത് ഇന്ത്യന്റെയാണ്. ഈ മുകൾ ഭാഗത്ത് മഞ്ഞ കളറിൽ വരുന്നത് ഭാരതിന്റെയാണ്, മുകൾ ഭാഗത്ത് നീല കളറിൽ വരുന്നത് HP-യുടെ ആണ്. അങ്ങനെയാണ് 3 സിലിണ്ടറിനെയും തിരിച്ചറിയാം. ഇത് ഇന്ത്യന്റെ സിലിണ്ടറാണ്. എല്ലാ സിലിണ്ടറും റെഡ് കളറിലാണ്. ഇത് വീട്ടിലെ ഡൊമസ്റ്റിക് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സിലിണ്ടറാണ്. ഡൊമസ്റ്റിക് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സിലിണ്ടർ വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് എന്നുള്ള കാര്യം ഈ സിലിണ്ടറിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഫിറ്റിംഗ് കാണിച്ചു തരാം. ഈ ഒരു സീൽ ചെയ്ത രീതിയിലായിരിക്കും സിലിണ്ടർ നമ്മുടെ വീട്ടിലെത്തുക. ഈ കയർ പിടിച്ച് വലിച്ചാൽ ഈ സീല് പൊട്ടിപ്പോരും. ഇത് നേരെ ഇങ്ങോട്ട് വലിച്ചെടുക്കുക. ഈ കയർ തന്നെ നേരെ ബാക്കിലേക്ക് പുള്ള ചെയ്താൽ ഈ പിന്നുണ്ട് ബാക്കിലേക്ക് വരും. എന്നിട്ട് ഇത് മേലേക്ക് വലിച്ചാൽ ഈ മൊത്തം ഊരാൻ കിട്ടും. അതിനുശേഷം അപ്പൊ ഇത് കണക്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് റെഗുലേറ്ററിന്റെ സ്വിച്ച് ആണ്. ഈ റെഗുലേറ്ററിന്റെ സ്വിച്ച് അടിയിലേക്ക് ആക്കി വെച്ചിട്ട് ഈ റെഗുലേറ്ററിന്റെ ഈ ഒരു മൂവ് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് മേലേക്ക് വലിച്ചു പിടിക്കുക. എന്നിട്ട് സിലിണ്ടറിന്റെ ഈ പിച്ചള കളറിൽ വരുന്ന ഈ നോസിൽ ഭാഗം ഇതിന്റെ മേലെ കൊടുന്ന് വെച്ചിട്ട് നേരെ അമർത്തിയാണ്ട് വിടുക. അപ്പൊ അത് കണക്ട് ആവും. മനസ്സിലായില്ലേ? എന്നിട്ട് നേരങ്ങൾ അടിയിലാക്കിയാൽ ഗ്യാസ് ഓൺ ആവും.